സാധാരണക്കാരെ സംബന്ധിച്ച് പണത്തിന് മൂല്യം കുറയുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ചില രാജ്യങ്ങൾ മൂല്യം കുറഞ്ഞ് അവസാനം അത് പുനഃനിശ്ചയിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ലോകത്തിലൊരു കാലത്ത് ഏറ്റവും വിലയില്ലാത്ത ഒരു കറൻസിയാണ് തുർക്കിഷ് ലീറ. പക്ഷേ ഇന്നത്തെ തുർക്കി അങ്ങനെയല്ല. അതിന് ഒരു കാരണമുണ്ട്. അവരുടെ മൂല്യം ഒന്ന് മാറ്റി നിശ്ചയിച്ചു. ആ മാറ്റി നിശ്ചയിച്ചതോടുകൂടി പല സാമ്പത്തിക അച്ചടക്കങ്ങളും എല്ലാം കൊണ്ടുവന്നു. 2005 അതുണ്ടായത്. അതിനുശേഷം തുർക്കിഷ് ലിറ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. അന്ന് എന്താ കാണിച്ചതെന്ന് വെച്ചാൽ അന്നുണ്ടായ തുർക്കിഷ് ലിറയുടെ മൂല്യത്തിൽ 6 അങ്ങ് വെട്ടിക്കളഞ്ഞ് ബാക്കി 1. കറൻസിക്ക് ചെറിയ മാറ്റം വരുത്തി. അല്ല, ഇതിവിടെ പറയാനുള്ള എന്താ കാരണം? ഒന്നുമല്ല, ലോകത്ത് മൂല്യം കുറയുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ മോശം കാര്യമാണോ എന്ന് നമുക്കത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് കാരണമുണ്ട്. ലോകത്ത് ഏറ്റവും മൂല്യം കുറഞ്ഞ കറൻസിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടാണ് ഇറാൻ, ഇന്തോനേഷ്യ, വിയറ്റ്നാം ഒക്കെ. ഇറാൻ്റെ കാര്യം നമുക്കറിയാം. പല ഉപരോധങ്ങളും കാരണം ഇറാന് വല്ലാതങ്ങോ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. പിന്നെ ഇന്തോനേഷ്യ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അത്ര ഉഷാറൊന്നുമില്ല. പക്ഷേ വിയറ്റ്നാം കറൻസി വളരെ വീക്കാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന വിയറ്റ്നാമിൽ അവർ എക്സ്പോർട്ടിങ് തകൃതിയായിട്ട് നടക്കുകയാണ്. ചൈനയിലുള്ള പല നിക്ഷേപങ്ങളും ഇപ്പോൾ വിയറ്റ്നാമിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ലോകത്ത് എക്സ്പോർട്ടിങ്ങിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന രാജ്യമാണ് വിയറ്റ്നാം. വിയറ്റ്നാമിൻ്റെ കറൻസി മൂല്യം വളരെ കുറവാണ്. ഓരോ വർഷവും അതിൻ്റെ മൂല്യം ഇടിയുന്നുണ്ട്. ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഇതുവരെ അവർ കറൻസിയുടെ വാല്യൂ ഒന്നും മാറ്റി വെച്ചിട്ടില്ല. ഒരു എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റുള്ള രാജ്യങ്ങളുടെ പണം ഇങ്ങോട്ട് എത്തുക എന്നുള്ളതാണ്. കറൻസിയുടെ മൂല്യം കുറവാണെന്ന് പറയുകയാണെങ്കിലും മറ്റ് പല രാജ്യങ്ങളിലും വാങ്ങുന്ന പല പ്രോഡക്റ്റുകളുടെയും പണം വിയറ്റ്നാമീസുകളുടെ കയ്യിലെത്തുന്നു, അല്ലെങ്കിൽ വിയറ്റ്നാം ഗവൺമെൻറ് കയ്യിലെത്തുന്നു എന്നുള്ളതാണ്. വിയറ്റ്നാമിൻ്റെ പോരാട്ടത്തിൻ്റെ കഥകളെല്ലാം നമുക്കറിയാം. വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. പക്ഷേ നമ്മൾ ഇവിടുന്ന് ചിന്തിക്കും പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല. കാരണം അവിടെ ഒറ്റ പാർട്ടിയേ ഉള്ളൂ. എന്തായാലും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുള്ള വിയറ്റ്നാം പലരെയും പിന്നിലാക്കിക്കൊണ്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂർ കഴിഞ്ഞാൽ GDPയുടെ ഏറ്റവും വലിയ ഭാഗം എക്സ്പോർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. GDPയുടെ 86% എക്സ്പോർട്ടിങ്ങിലൂടെയാണ് വിയറ്റ്നാം കണ്ടെത്തുന്നത്. അല്ല, വിയറ്റ്നാമിൻ്റെ സൈസ് എത്രയാണ്? ഇന്ത്യയുടെ 10-1 വിയറ്റ്നാമിൻ്റെ വലിപ്പം. അവരുടെ ഇച്ഛാശക്തി, പ്ലാനിങ്, ഇതൊക്കെയാണ് അവരെ വളർത്തുന്നത്.